പത്തനംതിട്ട റാന്നിയിലെ വി.ഡി. ഷിജോയുടെ ആത്മഹത്യ കേവലം ഒരു വ്യക്തിയുടെ ദുരന്തമല്ല, മറിച്ച് സർക്കാർ സംവിധാനങ്ങളുടെ പിടിപ്പുകേട് കാരണം ഒരു കുടുംബം മുഴുവൻ തകർന്നതിന്റെ നേർസാക്ഷ്യമാണ്. റാന്നിയിലെ ഒരു എയ്ഡഡ് ഹൈസ്കൂളിൽ അധ്യാപികയായ ഷിജോയുടെ ഭാര്യ ലേഖ രവീന്ദ്രന് 13 വർഷമായി നിയമാംഗീകാരം ലഭിച്ചിരുന്നില്ല. മകന്റെ കോളേജ് പ്രവേശനത്തിന് പണം കണ്ടെത്താനാകാത്തതിലുള്ള നിരാശയാണ് ഷിജോയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. 2012 ജൂലൈയിൽ മറ്റൊരു അധ്യാപകൻ രാജിവെച്ച് പോയ ഒഴിവിലാണ് ലേഖ രവീന്ദ്രൻ ജോലിയിൽ പ്രവേശിച്ചത്. എന്നാൽ നിയമാംഗീകാരത്തിനായുള്ള കാത്തിരിപ്പ് നീണ്ടുപോയതോടെ അവർ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി അനുകൂലമായി ഉത്തരവിട്ടിട്ടും അത് നടപ്പിലാക്കുന്നതിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ വലിയ കാലതാമസം വരുത്തി. ഒടുവിൽ ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് അടുത്തിടെ ലേഖ രവീന്ദ്രന് നിയമാംഗീകാരം ലഭിച്ചെങ്കിലും 2025 ഫെബ്രുവരി മുതലുള്ള ശമ്പളം മാത്രമാണ് അവർക്ക് ലഭിച്ചത്. 2012 ജൂലൈ മുതൽ 2025 ജനുവരി വരെയുള്ള ശമ്പള കുടിശ്ശിക ലഭിക്കുന്നതിനായി അവർ ഓഫീസുകൾ കയറിയിറങ്ങുകയായിരുന്നു. കുടുംബത്തിന്റെ പ്രധാന സാമ്പത്തിക ആശ്രയം ശമ്പളം ലഭിക്കാതെ വന്നതോടെ ഷിജോ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി. ഈ നിസ്സഹതയാണ് ഒരു കുടുംബനാഥന്റെ ജീവൻ എടുത്തത്. എയ്ഡഡ് സ്കൂളിലെ നിയമനങ്ങൾക്ക് ഒരു മാനദണ്ഡമുണ്ടെങ്കിലും പലപ്പോഴും നടപടിക്രമങ്ങൾ വർഷങ്ങളോളം നീണ്ടുപോകാറുണ്ട്. ഒരു ഒഴിവ് വരുമ്പോൾ മാനേജർ 15 ദിവസത്തിനകം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ അറിയിക്കുമെന്നാണ് ചട്ടം. സമന്വയ പോർട്ടൽ വഴിയാണ് ഈ വിവരങ്ങൾ കൈമാറുന്നത്. തസ്തികകളുടെ ലഭ്യത, കുട്ടികളുടെ എണ്ണം എന്നിവ പരിശോധിച്ച ശേഷമാണ് DO അനുമതി നൽകുന്നത്. ഈ ഘട്ടങ്ങളിലാണ് പലപ്പോഴും സാങ്കേതികത്വങ്ങളും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും കാരണം കാലതാമസം നേരിടുന്നത്. കൃത്യമായി രേഖകൾ സമർപ്പിച്ചിട്ടും ചെറിയ സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാട്ടി ഫയലുകൾ നീട്ടിക്കൊണ്ടു പോകുന്ന പ്രവണത വ്യാപകമാണ്. നിയമനത്തിന് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ടെങ്കിലും പുതിയ പഴുതുകൾ കണ്ടെത്തി അംഗീകാരം വൈകിപ്പിക്കുന്ന രീതി പലയിടത്തുമുണ്ട്. ഇത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയായും വ്യാഖ്യാനിക്കപ്പെടുന്നു. 2010 മുമ്പ് പരമാവധി 3 മാസത്തിനുള്ളിൽ പൂർത്തിയായിരുന്ന നിയമാംഗീകാര നടപടിക്രമങ്ങളാണ് ഇപ്പോൾ വർഷങ്ങൾ നീളുന്നത്. ഈ കാലതാമസം അധ്യാപകരുടെ സാമ്പത്തിക ഭാവിയെ മാത്രമല്ല, മാനസിക ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കുന്നു. ഷിജോയുടെ ആത്മഹത്യക്ക് പിന്നാലെ ജനരോഷം ഉയർന്നതോടെ വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ടു. ശമ്പള കുടിശ്ശിക കാലതാമസമില്ലാതെ നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി K. വാസുകി നിർദ്ദേശവും നൽകി. ഇതിനു പുറമെ സമാനമായ പ്രശ്നങ്ങളുള്ള അധ്യാപകരുടെ വിവരങ്ങൾ ശേഖരിച്ച് വേഗത്തിൽ നടപടി സ്വീകരിക്കാനും നിർദ്ദേശമുണ്ട്. ഷിജോയുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ കോടതി ഉത്തരവ് ഉണ്ടായിട്ടും നടപടി വൈകിപ്പിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. എങ്കിലും ഈ ദുരന്തം ഒരു വലിയ ചോദ്യമാണ് ഉയർത്തുന്നത്. ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമാണോ ഇത്തരം പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ വരുന്നത്? നിലവിൽ ശമ്പളം ലഭിക്കാതെ ജോലി ചെയ്യുന്ന 2650-ലധികം അധ്യാപകരുണ്ടെന്ന കണക്കുകൾ ഈ പ്രശ്നത്തിന്റെ വ്യാപ്തി വെളിവാക്കുന്നതാണ്. ഇവരിൽ പലരും വർഷങ്ങളായി ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാതെയാണ് ജോലി ചെയ്യുന്നത്. നിയമന അംഗീകാരം ലഭിക്കാത്തതിനാൽ ഈ അധ്യാപകർ കൂട്ടായി സമരത്തിന് ഒരുങ്ങുന്നുമുണ്ട്. അധ്യാപകർ നേരിടുന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇനിയും കാര്യമായ ഇടപെടലുകളും ആവശ്യമാണ്. നിയമാംഗീകാരത്തിനുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും കാലതാമസം ഒഴിവാക്കാൻ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരികയും വേണം. അല്ലെങ്കിൽ ഷിജോയുടെ ദുരന്തം ഒറ്റപ്പെട്ട സംഭവമായിരിക്കില്ല. ഈ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാൻ കഴിയാതെ വന്നാൽ അത് ഭാവിയിൽ മറ്റ് പല ദുരന്തങ്ങൾക്കും കാരണമാകും. ഈ വിഷയത്തിൽ നിയമബന്ധിതമായി പരിഹാരം കണ്ടെത്താൻ അധികാരികൾക്ക് കഴിയുമോ എന്നാണ് കേരള സമൂഹം ഉറ്റുനോക്കുന്നത്.